Watch India's largest kids library only on Jio Hotstar. Download the app now. ചായക്കട ചേട്ടാ നല്ല ചൂടുള്ള സമൂസ ഇങ്ങടുത്തെ കൊള്ളാം. നല്ല സോപ്പാണിത്. എല്ലാ അഴുക്കുകളും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും. മാന്ത്രിക വടി ഡിറ്റർജന്റ് സോപ്പ്. എന്റെ കയ്യിലെങ്ങാനും ഇതുപോലെ ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിലേ ഈ ഫുർഫുറി നഗറിലുള്ള എല്ലാ വൃത്തികെട്ടവന്മാരെയും ഞാൻ അലക്കി പിഴിഞ്ഞെടുത്തേനെ. മോട്ടുവിനെ സംബന്ധിച്ചോളം വില്ലനും ഞാനാണ്, നായകനും ഞാനാണ്. മോട്ടുവിന് മാത്രം ആ മാന്ത്രിക ദണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്നെയാണ് ആദ്യം ഒളിപ്പിച്ചു വെക്കുന്നത്. പക്ഷേ ഇപ്പൊ മോട്ടു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്റെ ചേകുത്താൻ ബുദ്ധിയിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. മോട്ടു, ഞാൻ പോയിട്ട് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാം. അതുവരേക്ക് നീ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്ക്. മാന്ത്രിക ദണ്ട് വാങ്ങുന്നില്ലേ? മാന്ത്രിക ദണ്ട് വാങ്ങുന്നില്ലേ? ഇത് ചെകുത്താന്മാരെ നശിപ്പിക്കുന്ന മാന്ത്രിക ദണ്ട്. നാടിന് നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ചെയ്യുന്ന മാന്ത്രിക ദണ്ട്. അതെ മാഷേ, നിൽക്കൂ. മാന്ത്രിക വടി ചേട്ടാ, ഒന്ന് നിൽക്കൂന്നേ. അടുത്തനിയെ വന്ന് കൂടുങ്ങിയല്ലോ. പറയൂ. അല്ല, സത്യത്തിൽ ഈ മാന്ത്രിക വടി കൊണ്ട് ഇവിടെയുള്ളവന്മാരെയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുമോ? പറയൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരിക്കും ഇതുകൊണ്ട് മായം ചെയ്യാൻ പറ്റും. ആ ചെകുത്താനെ വേഗം എടുത്ത് കൊണ്ടുവരൂ. മാന്ത്രിക വടി ചേട്ടാ, ആ കാണുന്ന രണ്ടുപേരും മഹാ കള്ളന്മാരാ. ജോൺ ദ ഡോണിന്റെ ശിങ്കടികൾ അറിയോ? എന്നാ ശരി, ഞാൻ ആദ്യം ഇവര് രണ്ടുപേരെയും ഒളിപ്പിച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഈ മാന്ത്രിക ദണ്ടിൽ ഞാനൊരു മീറ്ററും വെച്ചിട്ടുണ്ട്. അവര് ചെകുത്താന്മാരാണെങ്കിൽ ഇതിൽ ചുമപ്പ് ലൈറ്റ് കത്തും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവര് ചെകുത്താന്മാരാണ്. ഇതിൽ ചുമപ്പ് ലൈറ്റ് കത്താൻ തുടങ്ങി. ഇവരൊക്കെ കള്ളന്മാരല്ലേ? ഇപ്പൊ ഞാൻ ഇവരെ ഒളിപ്പിച്ച് കാണിച്ചു തരാം. ഞാൻ മന്ത്രം പറയുമ്പോൾ നിങ്ങൾ കണ്ണടക്കേണ്ടി വരും. അത്തള പിത്തള തവള ചെകുത്താന്മാരെ ഒളിപ്പിച്ചോ. ഇപ്പോൾ കണ്ണ് തുറന്ന് നോക്കൂ. കൊള്ളാലോ കൊള്ളാലോ, ഇത് അടിപൊളി സംഭവം തന്നെയാണല്ലോ. ആ രണ്ടുപേരെ കാണാതാക്കി കളഞ്ഞല്ലോ. ഇതെനിക്ക് തരൂ, എനിക്ക് തരൂ പ്ലീസ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാന്ത്രിക ദണ്ട് തരാം. പക്ഷേ അതിന് പകരം നിങ്ങൾ എനിക്ക് പണം തരണം. പറയൂ, എത്ര പണം തരും? പറ. എന്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പൊ കൊണ്ടുവരാം. ഇതും കിട്ടി. സാറേ വാങ്ങിച്ചോളൂ. എന്റെ കയ്യിൽ ആകപ്പാടെ ഇത്ര പൈസയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ ഈ തണ്ട് തരാം. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ഒരു ടെസ്റ്റിൽ പാസ് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളെ നല്ലോണം തല്ലും. പക്ഷെ നിങ്ങൾ ശബ്ദിക്കരുത്. നിങ്ങൾ ശബ്ദിച്ചാൽ ഈ മാന്ത്രിക ദണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. മനസ്സിലായോ? ഈ വേദന മാത്രം നിങ്ങൾ സഹിച്ചാൽ ഈ മാന്ത്രിക ദണ്ട് നിങ്ങൾക്ക് മാത്രമാണ് സ്വന്തം. ഓക്കെ ഓക്കെ, റെഡിയാണോ? യെസ് യെസ്, ഐ ആം റെഡി. ഞാനും റെഡിയാണ്. ഇന്ന് മേടിച്ചോ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് പോവാൻ പോവുകയാണ്. എനിക്കൊരു വേദനയില്ല. നല്ല സുഖം തോന്നുന്നു. എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? അത് സന്തോഷം കൊണ്ട് ചുമന്നതാണ് ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ശരി മോട്ടു, നിങ്ങൾ എല്ലാ ടെസ്റ്റിലും പാസ് ചെയ്തു മോട്ടു. ഈ ദണ്ടിനി നിങ്ങൾക്ക് മാത്രമാണ് സ്വന്തം. ഈ മാന്ത്രിക ദണ്ട് ആരെയൊക്കെ ചെകുത്താന്മാരെന്ന് പറഞ്ഞ് റെഡ് ലൈറ്റ് കാണിക്കുന്നു അവരെയൊക്കെ നിങ്ങൾ കാണാതെ ആക്കണം. അവരെ വെറുതെ വിടരുത്. മനസ്സിലായോ? ശരി, ഓക്കെ. അല്ലെ, എന്താ ഇത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്നെ വല്ലാണ്ട് തല്ലി കളഞ്ഞല്ലോ മമ്മി.
എന്റെ മോട്ടു എന്താ സംഭവിച്ചേ? നീ ഇങ്ങനെ ഇവിടെ കടന്ന് പെരുക്കെ പെരുക്കെ പറഞ്ഞ് കരയാൻ എന്താ ഉണ്ടായേ? പത്തലു, ഞാൻ കരയുമായിരുന്നില്ല, ചിരിക്കുമായിരുന്നില്ലേ? ഇത് കണ്ടില്ലേ? മാന്ത്രിക വടി. ഞാനൊരു മാന്ത്രികന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതുകൊണ്ട് ഞാൻ ലോകത്തിലുള്ള എല്ലാവരെയും നന്നാക്കിയെടുക്കും. അല്ല, നീ ഇതിപ്പോ എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാ? ഇതിനൊക്കെ എവിടുന്നാ നിനക്ക് പൈസ ഉണ്ടായത്? വീട്ടിൽ നിന്ന് തന്നെയാ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കുറച്ച് കാശ് കിട്ടി എനിക്ക്. എന്ത്? പൈസ മുഴുവൻ എടുത്തിരിക്കുന്നു. പത്തലു, വരൂ, നമുക്ക് വൃത്തികെട്ടവന്മാരെയൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് വരാം. ആ, വേഗം വാ. നടക്കാത്ത കാര്യമൊക്കെ നമുക്കിരുന്ന് സ്വപ്നം കാണാം. പത്തലു, ബോക്സർ ഒരു വൃത്തികെട്ടവനാണ്. എപ്പോ നോക്കിയാലും നമ്മളെ ഇവൻ തല്ലിക്കൊണ്ടല്ലേ ഇരിക്കുക. ഞാൻ ഇവനെ ഇപ്പൊ തന്നെ ഇല്ലാതാക്കിയിട്ട് വരാം. ഇവൻ നല്ലവനാണോ അല്ലയോ എന്ന് ഈ മാന്ത്രിക വടി കണ്ടുപിടിക്കും. ഈ ബട്ടൺ അമർത്തിയാൽ ഇതിങ്ങനെ മിന്നി 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 അവസാനം ചുവന്ന ലൈറ്റ് കത്തും. കണ്ടില്ലേ പത്തലു? ഇതിൽ റെഡ് ലൈറ്റ് കത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ബോക്സർ ഒരു വൃത്തികെട്ടവൻ തന്നെ. അത്തല പിത്തല തവള ചീ, ഇവനിട്ട് വേഗം ഒരു പണി കൊടുക്ക്. പത്തലു, നീ കണ്ണു തുറന്നു വെച്ചത് കൊണ്ടാ ബോക്സർ മാഞ്ഞു പോവാതിരുന്നത്. അതുകൊണ്ട് നീ നിന്റെ രണ്ട് കണ്ണും അടച്ചോളൂ. ഓക്കേ? അതെ, നിങ്ങൾ എന്താ ചെയ്യണേ? ഈ വടിയും വെച്ചോണ്ട് ജൂം കാളി മന്ത്ര എന്നൊക്കെ പറയുന്ന കാര്യം എന്താ പറ? ഞാൻ ഈ മാന്ത്രിക വടി കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ പോവുകയാണ്. അക്കള പിക്കള തവളാച്ചി, നിങ്ങളെ കാണാതാവട്ടെ. പത്തലു, കാണാതാവല്ലേ? പൊളിച്ചേ! എന്റെ മാന്ത്രിക വടി ബോക്സറിനെ ഒളിപ്പിച്ചിരിക്കുന്നു. ഡിങ്കച്ചിക്ക ഡിങ്കച്ചിക്ക, ഹോയ് ഹോയ്, ബല്ലേ ബല്ലേ. മോട്ടു, കണ്ണു തുറന്നൊന്ന് നോക്ക്. ബോക്സറേട്ടൻ മാഞ്ഞു പോയതല്ല, അദ്ദേഹത്തിന്റെ പഞ്ചിൽ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതാണ്. മോട്ടു, നിന്റെ ഈ വടി കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഇത് വെറും മരക്കഷ്ണമാണ്, അല്ലാതെ മാന്ത്രിക കോലൊന്നും അല്ല. മാന്ത്രികൻ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ത്രവടിയെ കുറിച്ച് ആരെങ്കിലും തെറ്റായി പറഞ്ഞാൽ ആ പറഞ്ഞവനും തെറ്റായവനായിരിക്കുമെന്ന്. അതുകൊണ്ട് പത്തലുവിനെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇല്ല, പത്തലു, നീയും ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. എന്റെ ഇത്രയും കാലത്തെ കൂട്ടുകാരൻ ഒരു വൃത്തികെട്ടവനായിരുന്നു. പത്തലു, എന്നോട് ക്ഷമിക്കൂ. വൃത്തികെട്ടവരെയൊക്കെ ഇല്ലാതാക്കുവാനാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സോറി പത്തലു. അത്തള പിത്തള തവളാച്ചി, വേഗം നീ കാണാതാവട്ടെ. എന്റെ കൂട്ടുകാരാ, ചേട്ടാ മോട്ടു, എന്റെ ചങ്കി, എന്റെ ബ്രോ, നീ എന്തുകൊണ്ടാണ് കരയുന്നത്? കാര്യം പറ മോട്ടു. വലിയേട്ട, ഒരു മാന്ത്രികൻ എനിക്ക് ഈ മാന്ത്രിക വടി തന്നു. അങ്ങനെ ഇപ്പൊ പത്തലു കാണാതായി. എന്റെ കൂട്ടുകാരാ, എന്റെ അമ്മ മോട്ടു, പത്ലു കാണാതായിട്ടുണ്ടെങ്കിൽ അവൻ എവിടേക്ക് പോയിട്ടുണ്ടാവും? അവനൊന്ന് വിളിച്ചു നോക്കിക്കോടെ. കാൾ 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 കാൾ. ഹലോ പത്തലു, നീ എവിടെയാ? മോട്ടു, ആ ജോൺ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് അടച്ചു വെച്ചിരിക്കുക. നീ മന്ത്രം പറയുന്ന സമയത്ത് ജോണിന്റെ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടു പോന്നു. മാത്രമല്ല, ആ മാന്ത്രിക കോല് നിനക്ക് തന്നത് ജോൺ ആണ്. അവൻ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഉടനെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും മോട്ടു. പത്തലു, എന്റെ കൂട്ടുകാരൻ, എന്നോട് ക്ഷമിക്കൂ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ കേൾക്ക്. നീയും ഡോക്ടർ ജഡ്കയും ചിങ്കൽ സാറും ചേർന്ന് മനസ്സിലായോ? മനസ്സിലായി പത്തലു, മനസ്സിലായി. ഞാനിപ്പോ ജോണിന് പറഞ്ഞു കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക പത്തലു. ജോൺ, ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിലോ നിന്നെ കണ്ടത്. ഓഹോ, റിയലി? താങ്ക് യു. പക്ഷേ ഞാൻ നിന്റെ സ്വപ്നത്തിൽ എന്താണ് ചെയ്തത്? എന്ത്? നീ എന്റെ സ്വപ്നത്തിൽ ഒരു മാന്ത്രികനായി വന്നിട്ട് എനിക്ക് മനോഹരമായൊരു മാന്ത്രിക വടിയും തന്നിട്ട് പോയി. ഞാനോ? ഞാൻ എന്തിനാണ് നിന്നോട് ഈ ദണ്ടൊക്കെ തരാൻ പോകുന്നത്? നീ കണ്ട സ്വപ്നം കള്ള സ്വപ്നമായിരിക്കും. അത് ശരി, എന്റെ സ്വപ്നം കള്ളമാണെന്നോ? അപ്പോഴേ മാന്ത്രിക വടിയും കള്ളമാണെന്നാണോ? എങ്കിൽ ഞാൻ ഇതുകൊണ്ട് നിന്നെ ഇപ്പൊ തല്ലും. അപ്പോൾ നിനക്ക് വേദനിക്കാൻ പാടില്ല, അല്ലേ?
ഒരുപക്ഷെ ഇതുകൊണ്ട് തല്ലു മേടിച്ച് നീ കരയാതിരിക്കുകയാണെങ്കിൽ എന്റെ സ്വപ്നം കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇതെന്താ സത്യം കണ്ടുപിടിക്കാനുള്ള പുതിയ ടെക്നിക്കാണോ? എന്നെ വെറുതെ വിടും മോട്ടോ. ഞാൻ പറഞ്ഞത് കള്ളമാണ്. എനിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ട്. ഞാൻ സ്വപ്നത്തിലല്ല വന്നത്, നേരിട്ട് വന്നാണ് തന്നത്. ഞാനാണ് കള്ളൻ. കപ്പലിൽ തന്നെയാണ്. നീ കരഞ്ഞു എന്ന് വെച്ചാൽ നീ തന്നെ ആയിരിക്കണം ഇതെനിക്ക് തന്നത്, അല്ലേ? എന്റെ 20 കൊല്ലത്തെ അനുഭവം പറയാണ് മോട്ടോ, നിന്റെ സ്വപ്നം സത്യമാവണ്ടാ. എന്റെ സ്വപ്നം സത്യമാണെന്നോ? എങ്കിൽ ഇതും സത്യമായിരിക്കണം. നീയല്ലേ എന്റെ പത്ലുവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേഗം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ജോണേ, പത്ലുവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. വരൂ പത്ലു, പുറത്തേക്ക് വരൂ. ജോണേ, നിന്റെ മാന്ത്രിക കോല് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മാത്രമല്ല ഇനി ഇപ്പൊ നടക്കാൻ പോകുന്ന കളി നീ കണ്ടോ? വേണ്ട ചിങ്ങം സാർ, എന്നെ ജയിലിലിടോ. വേണ്ട മോട്ടോ. ചിങ്ങം സാർ, എന്നെ അറസ്റ്റ് ചെയ്യോ. എന്നെ വിട്ടേക്ക്. Watch India's largest kids library only on Geo Hotstar. Download the app now.